ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കെട്ടുനിറയാണ്. അപ്പോൾ കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ്, സ്വാമിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനെന്താ തേങ്ങയൊക്കെ ശരിയാക്കി തേങ്ങയുടെ മുരിയൊക്കെ കളയണമല്ലോ, നെയ് തേങ്ങ നിറയ്ക്കാനുള്ളതൊക്കെ, പിന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാനുള്ള എറിയാനുള്ള തേങ്ങ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനുള്ള തേങ്ങകളുടെ ഒക്കെ മുരിയൊക്കെ കളഞ്ഞ് അതിങ്ങനെ മിനുസാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ മുരിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇതൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നെയ് തേങ്ങ എത്ര എണ്ണമാണോ അതിൻ്റെയൊക്കെ കണ്ണ് പൊട്ടിച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ശരിയാക്കി എടുക്കണം. പിന്നെ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ റെഡിയാക്കിയിട്ട് അച്ഛൻ തന്നെയാണൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അച്ഛൻ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ശരിയാക്കുമ്പോൾ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാട്ടോ ശരിയാക്കുന്നത്. അതായത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എന്നെ ശബരിമലയ്ക്ക് കൊണ്ടുവരുന്ന അന്നത്തെ ആ കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ലച്ചുവിനെ കഴിഞ്ഞ 2 തവണയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് വന്നിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം, മാത്തൂർ ശിവക്ഷേത്രമാണിത്. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. പിന്നെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. പിന്നെ ഉപദേവതയായിട്ട് അയ്യപ്പൻ, ഗണപതി, വിഷ്ണു, പിന്നെ നാഗങ്ങൾ, ഭദ്രകാളി, ഇതെല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഈ രാവിലെ അമ്പലത്തേക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം വൈകുന്നേരങ്ങളിൽ വരുന്ന കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിന് കുളിർമയേകുന്നതും പിന്നെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ തരുന്നതൊക്കെയാണ്. അപ്പോൾ അത് കെട്ടുനിറയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഗുരുസ്വാമിമാരാണ് കെട്ടുനിറയ്ക്കുന്നത്. അപ്പോൾ ഒരു ഗുരുസ്വാമി ഏട്ടനും ഒരു ഗുരുസ്വാമി അച്ഛനും കെട്ടുനിറയ്ക്കുന്നുണ്ട്. ഞാൻ ചെറുതിലാവുമ്പോൾ 3 തവണ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ലച്ചുമോൾക്ക് 2 തവണ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് എപ്പോഴും ആ ഒരു വിഷമമുണ്ട്, എനിക്ക് 3 തവണ പോകാൻ പറ്റിയില്ലല്ലോ, ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പോകാമായിരുന്നു എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് കെട്ടുനിറ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിമാർ അമ്പലത്തിൽ തന്നെയാണ് നിൽക്കുക. പിന്നെ നാളെ രാവിലെ പുലർച്ചെയാണ് കേട്ടോ ഇവർ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ മറ്റു സ്വാമിമാരൊക്കെ ശരണം വിളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് കേൾക്കാൻ വേണ്ടി. എല്ലാ സ്വാമിമാരും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ശരണം വിളി കേൾക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു സന്തോഷം ഒക്കെയാണ് മനസ്സിന്. അപ്പോൾ അത് ലച്ചുവിന് കൂടെ നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചുവിന് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട്. നെയ്ത്തേങ്ങ നിറയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കെട്ടിലേക്ക് അരി വാരിയിട്ട് ഇടുകയാണ് കേട്ടോ. സ്വാമി ആദ്യം അരി അതിലേക്ക് ഇടും. പിന്നെ നമ്മൾ ബന്ധുക്കളും എല്ലാവരും, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും അതിലേക്ക് അരി വാരിയിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അരി വാരി ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാ ചേട്ടൻ്റെ കെട്ടുനിറ കഴിഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ, അമ്മയ്ക്ക് കൂടെ നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കാനൊന്നും പറ്റണില്ല അവിടെ നിന്ന്. അങ്ങനെ പിന്നെ അച്ഛന് വേറെയും കുറച്ച് നെയ്ത്തേങ്ങ കൂടി നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 സ്വാമിമാരുടെയും കെട്ടുനിറ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ മാളികപ്പുറങ്ങളുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർ കേട്ടോ. പക്ഷെ അവരിനൊക്കെ കാണുമ്പോൾ ലച്ചുവിന് സങ്കടം വരുന്നുണ്ട്, ലച്ചുവിന് പോകാൻ പറ്റാത്തത് കാരണം. അങ്ങനെ പിന്നെ കുറേ കുട്ടികളുടെ കൂടെ കെട്ടുനിറ കഴിയാനുണ്ട്. കുറച്ച് കെട്ടുനിറയൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആളുകളുടെ വൈകിട്ടാണ്. അപ്പോൾ പിന്നെ എല്ലാ സ്വാമിമാരുടെയും കെട്ടുനിറ കഴിഞ്ഞിട്ട് അവർ ഇന്ന് രാത്രി അമ്പലത്തിൽ തന്നെ തങ്ങും. അപ്പോൾ ഇതാ ഈ 2 സ്വാമിമാരെ കെട്ടുനിറ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ എണീക്കുകയാണ്. ഇനി മറ്റു സ്വാമിമാരെ കെട്ടുനിറയാണ് കേട്ടോ. കെട്ടുനിറ കഴിഞ്ഞ ഉടനെ നമ്മൾ വീട്ടിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ അമ്പലത്തിൽ തന്നെ നിന്നു. കാരണം ഇനി വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ ഇവരൊന്നും അമ്പലത്തിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയം അമ്പലത്തിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക. ഇനി നാളെ രാവിലെ നേരത്തെ അവർ പോവും. അപ്പോൾ പിന്നെ നമ്മൾ എണീറ്റ് കുളിച്ചിട്ട് നമ്മൾ വരണം കേട്ടോ. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 4:30 4:30 ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അതാ മുറ്റൊക്കെ അടിച്ചു വരുവാണ്. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വിളക്ക് വെച്ചു. പിന്നെ ഞാൻ ലച്ചുവിന് കുളിക്കാനുള്ള വെള്ളവും പിന്നെ കുടിക്കാൻ ഒത്തിരി ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി ലച്ചുവിനൊന്ന് പോയിട്ട് വിളിക്കണം. അപ്പോൾ അവൾക്കുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചത്. കാരണം നല്ല തണുവുണ്ട്, അവളെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കണ്ടല്ലോ വിചാരിച്ചു. അവളിത് ഈ ഒരു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ കേട്ടോ. ഇതിനകത്തൊരാളുണ്ട്, നല്ല ഉറക്കമാണ്. പിന്നെ അവളെ വിളിച്ചു നേപ്പിച്ച് കുളിപ്പിച്ചു. സ്വാമിമാരുടെ 2 മുണ്ടും ഷർട്ടും കൂടെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് കഴുകി ഉണക്കിയിട്ട് അവർക്ക് ഇന്ന് കൂടെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കഴുകി ഉണക്കി ഇതിപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോകാം.
അപ്പോൾ അത് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമിമാർക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സൊക്കെ അവർ ഒരുക്കുവാണ്. ബസ് ചമയിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതിന് മാലൊക്കെ ഇട്ട് കൊടുത്ത് ചന്ദനമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ബസ് അലങ്കരിക്കുകയാണ് അവർ. അപ്പോൾ ഇനി നമുക്കിനി അമ്പലത്തിനകത്തേക്ക് പോകാം കേട്ടോ. അമ്പലം തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നല്ല സ്വാമിമാർ ഇവിടെ ഈ ഒരു മണ്ഡപത്തിലും പിന്നെ ഒട്ടുപുരയിലേക്കാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും കെട്ടുന്നവരൊക്കെ കഴിഞ്ഞിട്ട് കെട്ടെല്ലാം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാമിമാർ പോവാറായി തുടങ്ങിയിട്ടോ. എല്ലാവരും ദക്ഷിണ കൊടുക്കുകയാണ് ഗുരുസ്വാമിക്കും മറ്റ് നമ്മൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഇനി ഇത് ഗുരുസ്വാമി കെട്ടൊക്കെ പൂജിക്കുകയാണ് കേട്ടോ. ഇനി കെട്ടൊക്കെ എടുക്കുവാണേ. അപ്പോൾ എല്ലാവരും ഇതാ കെട്ടൊക്കെ എടുത്ത് എല്ലാ സ്വാമിമാരും ഇനി തേങ്ങ ഉടച്ചിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കന്നിസ്വാമികളുണ്ടാവും അല്ലേ, കുഞ്ഞു കുട്ടികൾ. അപ്പോൾ കന്നിസ്വാമിമാരനെ ആദ്യം അങ്ങോട്ട് മുന്നിൽ നിർത്തണം. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ പോകുന്ന ഒരു മാളികപ്പുറമാണ്. അപ്പോൾ ഇതാ മറ്റുള്ള സ്വാമിമാരൊക്കെ തേങ്ങ ഉടച്ചിട്ട് ഇനി വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചില സ്വാമിമാർ വീട്ടിൽ നിന്ന് കെട്ട് നിറച്ച ആളുകൾ ഇവിടെ അമ്പലത്തിൽ തേങ്ങ ഉടക്കില്ല, അവർ വീട്ടിൽ ഉടച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതാ അവരൊക്കെ പോവുകയാണ്. അപ്പോൾ ശരണം വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ശരണം വിളി കേൾക്കുമ്പോൾ ഈ സ്വാമിമാർ ശബരിമലയ്ക്ക് പോകാൻ നേരത്തുള്ള ശരണം വിളികളുണ്ടാവില്ലേ, അത് കേൾക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം കേട്ടോ. അത് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, എത്ര നമ്മൾ മനസ്സിന് ശക്തിയായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും ആ ശരണം വിളി കേൾക്കുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയാറുണ്ട്, വല്ലാത്തൊരു സങ്കടം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതാ അവർ ബസ്സൊക്കെ വലം വെച്ചു. ബസ്സൊക്കെ വലം വെച്ചിട്ടാണ് സ്വാമിമാർ കയറുന്നത്. പ്രാർത്ഥിച്ചിട്ട് അവർ കയറുവാണ്. അപ്പോൾ കെട്ടെല്ലാം അവർ ബസ്സിനകത്ത് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ സ്വാമിമാരും കയറും. പിന്നെ ഗുരുസ്വാമിയും കുറച്ച് സ്വാമിമാരൊക്കെ മാത്രം പുറത്ത് നിന്നിട്ട് ബസ് പൂജിക്കും. ബസ് കൂടെ പൂജിച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാ സ്വാമിമാരും അങ്ങോട്ട് കയറിയിട്ട് മലയ്ക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാവരും കയറിയിട്ട് സീറ്റിലൊക്കെ ഒരുവിധം സ്വാമിമാരൊക്കെ ഇരുന്ന് തുടങ്ങി. ഗുരുസ്വാമിയും കുറച്ച് സ്വാമിമാരും കൂടെ പുറത്ത് നിന്നിട്ട് വണ്ടി പൂജിക്കുകയാണ് കേട്ടോ. ശരണം വിളിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ഒരു ആപത്ത് കൂടാതെ അവരും ദർശനമൊക്കെ കിട്ടിയിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്വാമിമാരും ഇതാ ബസ്സിൽ കയറി അവർ അയ്യപ്പൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാവരും യാത്രയാക്കാൻ വന്ന എല്ലാവരും അവിടെ നിന്ന് ശരണം വിളിച്ചിട്ട് തന്നെയാണ് എല്ലാവരും യാത്രയാക്കുന്നത്. അപ്പോൾ എല്ലാ സ്വാമിമാർക്കും ദർശനം കിട്ടി ഒരു ആപത്തും ഇല്ലാതെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.